ഹായ് ഫ്രണ്ട്സ്. രേണുസുതിക്ക് വീടുണ്ടാക്കി കൊടുത്ത ഫിറോസും തമ്മിൽ വീണ്ടും വലിയൊരു യുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പ്രധാനമായിട്ട് തിരി കൊളുത്തി കൊടുത്തത് ഷാരിക കെ എന്ന നമ്മുടെ ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്നു. രേണുവിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് നടക്കുന്ന ഷാരിക കെ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. പിന്നെ അപ്പോൾ ഫിറോസ് ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട്, ഒരു വീഡിയോയ്ക്ക് താഴെ പിന്നീട് കമൻ്റ് ഇട്ടു. ആ കമൻറ്റിനു ശേഷം നമ്മുടെ രേണുസുതി വന്ന് പ്രതികരിക്കുന്നു. രേണുസുതി പ്രതികരിച്ചു, അതിനെതിരെ ഫിറോസ് വന്ന് വോയിസ് ഇടുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ആ ഫിറോസ് ഇട്ട കമൻറ്റ്? അത് നമുക്ക് ആദ്യം നോക്കാം കേട്ടോ. ഒന്ന് നിങ്ങൾ കണ്ടോളൂ. അതിന് മുന്നേ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനെ കൂടി അമർത്തിക്കോളൂ കേട്ടോ. ഓക്കെ, നമുക്കപ്പോൾ കാണാം. രേണുസുതി ഒരാളായിട്ടും പ്രണയത്തിലാണ്. അത് ഇപ്പോൾ രേണുസുതി അങ്ങനെ പ്രണയത്തിലായി എന്ന് വെച്ചാൽ തെറ്റുള്ള കാര്യമൊന്നുമില്ല. ഭർത്താവ് മരിച്ച് കുറേ കാലമായിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം. അതും വെച്ചിട്ടാണ് ഇയാൾ ഈ മറുപടി കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വീട് അവർ തമ്മിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ വീട് ഞങ്ങൾക്ക് തിരിച്ചു തന്നോളൂ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ അതിലെന്തൊരു ഒളിപ്പാണുള്ളത്. അങ്ങനെ പറയാൻ പാടുണ്ടോ? സത്യത്തിൽ നമ്മളൊരാൾക്ക് ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു മേടിക്കണം. ഒന്നാമത് ഇത് രേണുസുതിയുടെ പേരിലല്ല കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫിറോസ് എന്ന് പറഞ്ഞ ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ രേണുസുതിയുടെ പേരിൽ വീട് കൊടുത്തിട്ടില്ല. പിന്നെ എന്തിനാണ് രേണുസുതിയും അതുപോലെ വീട്ടുകാരോട് താമസിക്കുന്നത്? ഞാൻ സുധിയുടെ 2 പിള്ളേരുടെ പേരിലാണ് ഞാൻ വീട് എഴുതി വെച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഫിറോസ് തിരിച്ചു തരാൻ പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടത്? ഇത് രേണുസുതിയെ ചൊടിപ്പിച്ചു. രേണുസുതി അതിന് മറുപടിയായി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കിയോ കേട്ടോ. അല്ല, KHDC ഫിറോസ് ഇക്ക അങ്ങനെ തന്നെ വിളിക്കാം. ആളൊരു കമന്റ് ഇട്ടല്ലോ, രേണുസുതിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ രേണുസുതി ആ വീട് ഇങ്ങ് തിരിച്ചു തരാൻ. അതെ ഫിറോസെ ഇക്ക, താൻ എന്റെ പേരിൽ വീട് എഴുതി തന്നിട്ടുണ്ടോ? താൻ ഇല്ലല്ലോ. എന്റെ മക്കളുടെ, അതായത് കൊല്ലം സുധിച്ചേണ്ട 2 ആമക്കളുടെ പേരിലാണ് വീട് എഴുതി കൊടുത്തത്. പിന്നെ ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിലും തനിക്കെന്താണ്? ശരിയല്ലേ? രേണുസുതി കല്യാണം കഴിച്ചാൽ എന്താണ് അവർക്കൊരു ജീവിതം വേണ്ടേ? എത്ര വർഷം ബാക്കിയാണെങ്കിൽ രേണുസുതിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്. ഫിറോസ് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, കിച്ചുവിനും ഋതപ്പനുമാണ് ഈ വീട് കൊടുത്തിരിക്കുന്നതെന്ന്. പിന്നെ അവരുടെ പേരിൽ എഴുതി കൊടുത്ത വീട് പിന്നെ എങ്ങനെയാണ് രേണുസുതി തിരിച്ചു കൊടുക്കുന്നത്? അതൊരു മാന്യതയാണോ? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. വീടിനെ കുറിച്ചിട്ട് കുറ്റം പറഞ്ഞുകൊണ്ട് രേണുസുതി വീഡിയോ ഇടുകയാണെങ്കിൽ അതിന് താഴെ വന്നിട്ടാണ് ഫിറോസ് ഇത് ചെയ്ത് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മാന്യതയാണ്. കാരണം എൻ്റെ വീട്, ഞാൻ ഉണ്ടാക്കി കൊടുത്ത വീടിനെ കുറിച്ച് കുറ്റം പറയാണ്, അതിന് താഴെ വന്ന് പറയട്ടെ. അപ്പോൾ ഒരു മാന്യത. അപ്പോൾ ഫിറോസിൻ്റെ പേരിൽ എല്ലാവരും നിൽക്കുകയുള്ളൂ. ഇത് രേണുസുതി കല്യാണം കഴിക്കാൻ പോകുന്നു, അതിൻ്റെ അടിയിലാണ് ഈ കമൻറ്റ്. അപ്പോൾ അത് ശരിയുള്ള കാര്യമാണോ? അത് അംഗീകരിക്കാൻ പറ്റുമോ? തിരിച്ചു തന്നോ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ നമുക്ക്? അപ്പം അതിനുള്ള മറുപടിയായി തന്നെ ഞാൻ കെട്ടാൻ പറഞ്ഞു, അല്ലെ താൻ എന്നെ കെട്ടാൻ ഞാൻ പറഞ്ഞു? ഇല്ലല്ലോ. പിന്നെ തനിക്ക് എന്താണ് പ്രശ്നം? തന്റെ കമന്റ് ഞാൻ കണ്ടല്ലോ. ഞാൻ എന്തിനാണ് തനിക്ക് വീട് തിരിച്ചു തരുന്നത്? താൻ അർഹതപ്പെട്ടതെന്ന് പറഞ്ഞല്ലേ കൊല്ലസുതിയുടെ 2 മക്കൾക്ക് കൊടുത്തത് വീട്. താൻ എന്റെ പേര് രേണുസുതിക്ക് ഒരു വീട് താൻ എഴുതി തന്നോ? ഇല്ലല്ലോ. പിന്നെ എന്ത് കമന്റ് ആണോ താൻ ഇടുന്നത്? അതെ, ഞാൻ കല്യാണം കഴിച്ചില്ല, അത് എന്റെ പേഴ്സണൽ കാര്യമാണ്. അത് മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമില്ല. കേട്ടല്ലോ? ഇത് ഫിറോസിന് ആവശ്യമാണ്. ഈ കേട്ടത് ഫിറോസിന് ആവശ്യമാണ്. പ്രശ്നത്തിന് ഒരു 2 പുറവുമുണ്ടല്ലോ. അപ്പൊ ഫിറോസും ഇതിനെതിരെ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട്. ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാട്ടോ. ഞാൻ ചെയ്ത കമന്റ് തന്നെയാണ് അത്. ഞാൻ ഏത് പോസ്റ്റിൻ്റെ അടിയിലാണ് ചെയ്തതെന്ന് എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ആക്ച്വലി ഇവർ വീടിനെ കുറിച്ചിട്ട് ഏകദേശം നിരന്തരമായിട്ട് ഇവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിൻ്റെ കുറ്റം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇവരായിട്ടുള്ള പ്രശ്നം തുടങ്ങുന്നത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇവർ ഫാന് പൊട്ടി വീണെന്ന് പറഞ്ഞിട്ട് കുട്ടി ഫുട്ബോൾ കളിക്കുക എന്തോ ചെയ്തിട്ട് അത് പോയിട്ട് ഫാനും അടിച്ചിട്ടാണ് ഫാൻ താഴെ വീണെന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞു വരും. അതിന് വിളിച്ചു നമ്മളെ, അത് പോയി ശരിയാക്കി കൊടുത്ത്. വാഷ് ബേസിൻ്റെ മേലെ ചാടി കളിച്ച് വാഷ് ബേസും വീണു. പിന്നെ അതേപോലെ അത് കഴിഞ്ഞ് അത് ശരിയാക്കി കൊടുത്ത്. ബൾബ് പോയി കഴിഞ്ഞാൽ നമ്മളെ വിളിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർക്ക് ഏരിയ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ ഇങ്ങനെ ചെറിയ ഇഷ്യൂസ് തുടങ്ങി. പിന്നെ അപ്രൂവലിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. അപ്രൂവൽ എടുത്തു കൊടുക്കാൻ ലേറ്റായ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. അതുകൂടാതെ പിന്നെ ഒരു ചാനൽ, എനിക്ക് ഏതോ ഓൺലൈൻ മീഡിയയാണ്, അവരെ വീട്ടിലൊരു ഹോം ടൂർ നടത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓണത്തിനിടെ തോന്നുന്നു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, നിങ്ങൾ അവരെ വെച്ച് നടത്തിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഞാൻ അവരോട്, രേണുവിൻ്റെ ഫാമിലിയിൽ ഞാൻ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ മീഡിയ വരുന്നുണ്ട്, അവർക്കത് സമ്മതിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓൺലൈൻ മീഡിയക്കാരോട്, ഓൺലൈൻ മീഡിയ ഒന്നും ലോക്കൽ ഓൺ മീഡിയ ഒന്നും അല്ല കേട്ടോ, നല്ല ഏതോ ചാനലാണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് ഓർക്കുന്നില്ല കറക്റ്റായിട്ട് അവരുടെ പേര്. അവരോട് രേണുവിൻ്റെ ഫാമിലി പറഞ്ഞു ഞങ്ങൾക്ക് 15,000 രൂപ വേണം, എന്നാലേ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ബേസിക്കലി അത് നമ്മളെയും കൂടെ
പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ അവർ ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു പ്രൊമോഷൻ കിട്ടും എന്നുള്ള സ്വാഭാവികമായിട്ടും നമ്മൾ അതും കൂടെ ചിന്തിച്ചിട്ടാണല്ലോ ഇപ്പോൾ ഇവിടെ വീഡിയോ വെറും ഒരു നന്മ അല്ലെങ്കിൽ കാരുണ്യം മാത്രം പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങളിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോ, അല്ലെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞില്ല ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ മുതലാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അവർ നിരന്തരമായിട്ട് എത്രത്തോളം അവർക്ക് അപമാനിക്കാൻ പറ്റും അത്രത്തോളം അവർ അപമാനിക്കും. ഈ പറഞ്ഞ ഫിറോസ് ഈ പറഞ്ഞതൊക്കെ ശരി തന്നെ. എത്രത്തോളം അവർ പിടിക്കാൻ പറ്റും അത്രത്തോളം ചെയ്തിട്ടുണ്ട് വീട്ടുകാർ. അത് പറഞ്ഞു ചെയ്തു രേണുവിൻ്റെ വീട്ടുകാർ. അല്ലെങ്കിൽ നിങ്ങളുടെ വീട് നിങ്ങൾക്ക് തിരിച്ചു തന്നാൽ നല്ലൊരു തീരുമാനമാണത്. നിങ്ങൾ വീട് തിരിച്ചു തന്നാൽ അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് മെസ്സേജ് ഡെയിലി വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു ഒറ്റമുറിയുള്ളൊരു വീടുണ്ടാക്കി തന്നാൽ മതി, ഒരു മുറിയുള്ള വീട് മതി, അല്ലെങ്കിൽ അതിൻ്റെ പകുതി പൈസയ്ക്ക് ഒരു വീടുണ്ടാക്കി തന്നാൽ ഞങ്ങൾ പൊന്നു പോലെ നോക്കിക്കോളാം, ഒരു കംപ്ലൈൻറ്റും പറയില്ല എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് നമുക്ക് കൊടുക്കാമല്ലോ. അവർ എന്തായാലും വീട് കൊടുത്ത വീട് നമുക്ക് തിരിച്ച് ലീഗലായിട്ട് തിരിച്ചു വാങ്ങിക്കാനോ അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ തിരിച്ചു വാങ്ങിക്കാനോ നമുക്ക് കഴിയില്ല. അത് ചെയ്യാനും ഞങ്ങൾക്ക് താല്പര്യമില്ല. അവർ സ്വന്തം ഇഷ്ടത്തോടു കൂടെ ആ വീട് തിരിച്ചു തരാം. ഞങ്ങൾക്ക് ഈ വീട്ടിൽ താമസിക്കാൻ താല്പര്യമില്ല. ഈ വീട് അലമ്പ് വീടാണ്, കച്ചറ വീടാണ്, മൊത്തം ഡാമേജാണ്. ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാർക്ക് വീട് തിരിച്ചു തന്നൂടെ? നമ്മളത് വാങ്ങിച്ചിട്ട് ആർക്കെങ്കിലും കൊടുത്തോളാം. അത്രേ ഉദ്ദേശമുള്ളൂ. അതിലപ്പുറത്തേക്കൊന്നും ഉദ്ദേശിച്ചില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ അവരിനിയിപ്പോൾ എന്ത് നെഗറ്റീവ് പറഞ്ഞാലും ഇല്ലെങ്കിലും അത് മൈൻഡ് ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക്, എന്നെ സംബന്ധിച്ചോളം വിവിക്ക് അറിയാലോ, ഞാൻ അത്യാവശ്യം ബിസിനസ് വിദേശത്തും നാട്ടിലൊക്കെ ചെയ്യുന്ന ആളാണ്. എൻ്റെ ബിസിനസ്സിന് ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. ഞാൻ ആളുടെ ഒരു ട്രസ്റ്റും ജെനുവിനിറ്റിയൊക്കെ ബിൽഡ് ചെയ്തിട്ടുള്ള ആളാണ് മാർക്കറ്റിൽ. അപ്പോൾ പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കേരള ഹോം ഡിസൈൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് വർക്ക് കിട്ടിയിട്ട് ആ വർക്ക് കൊണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇത് ശരിക്കും നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. അത് ഇവർ പറഞ്ഞു കുറേ തെറ്റുകളൊക്കെ ഇവരെ സംഭവിച്ചിട്ടുണ്ട്. ഇദ്ദേഹം പറഞ്ഞൊക്കെ ശരിയാണ്. പക്ഷേ ഇദ്ദേഹം വേറൊരു വാക്ക് പറഞ്ഞു, വീഡിയോ എന്താണെന്ന് നോക്കാതെയാണ് ഞാൻ ആ കമൻ്റ് ഇട്ടതെന്ന്. അതെങ്ങനെയാണ് വീഡിയോ എന്താണെന്ന് നോക്കാതെ? ഇദ്ദേഹം തുടങ്ങിയിരിക്കുന്ന കമൻറ്റിൻ്റെ ആദ്യ ഭാഗം ഇങ്ങനെയാണ്: അങ്ങനെ വല്ല തീരുമാനം എടുക്കുകയാണെങ്കിൽ വീട് തിരിച്ചു തരണമെന്ന്. എങ്ങനെയുള്ള തീരുമാനം? അപ്പോൾ വീഡിയോ എന്താണെന്ന് കേട്ടിട്ട് അങ്ങനെയുള്ള തീരുമാനം എന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് കല്യാണം കഴിക്കുകയാണെങ്കിൽ എനിക്ക് വീട് തിരിച്ചു തരണമെന്നില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ തെറ്റല്ലേ അവിടെ? അപ്പോൾ ആ ഒരു പ്രശ്നത്തിലാണ് ഞാൻ ഇദ്ദേഹത്തെ കുറ്റം പറയുന്നത്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫിറോസ് പറഞ്ഞ കാര്യങ്ങളും ഉണ്ടായ പ്രശ്നങ്ങളും ഒക്കെ കറക്റ്റ് തന്നെയാണ്. പക്ഷേ രേണുസുതി കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് വീട് തിരിച്ച് എഴുതി മേടിക്കുന്നത് ശരിയല്ല. കാരണം എന്താണ്? രേണുസുതിയുടെ പേരിൽ എഴുതി കൊടുത്തിട്ടില്ല വീട്. അത്രേ എനിക്ക് പറയാനുള്ളൂ.